Hi students, welcome to ASF Academy. This is Femi. Today we discussed about marketing strategies based on PLC, that is product life cycle. മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്നും അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസും വിത്ത് എക്സാമ്പിൾ വെച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറെന്റ് സ്റ്റേജസിൽ വരുമ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഒരു മാർക്കറ്റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും അത് കണ്ടിരിക്കണം. എന്നതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പറഞ്ഞ ജസ്റ്റ് ഒരു നമുക്കൊരു ഔട്ട്ലൈൻ നോക്കാം. എന്താണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ? ഏതൊരു വ്യക്തിയെ പോലെ തന്നെ പ്രോഡക്റ്റിനുണ്ട് ഫ്രം ബർത്ത് ടു ഡെത്ത് വരെ ഒരു ലൈഫ് സൈക്കിൾ. അതിൻ്റെ ഇടയിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ബർത്ത് ടൈമിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് മുതൽ ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ, അതായത് മാർക്കറ്റിന് ആ പ്രോഡക്റ്റ് ഡ്രോപ്പ് ഔട്ട് ആവുന്ന വരെയുള്ള ഒരു സ്റ്റേജസ്, ആ ഓരോ ഡിഫറെന്റ് സ്റ്റേജസിനെ വി കളക്റ്റീവ്ലി നോൺ ആസ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ദെൻ ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജ്, ഡിക്ലൈനിങ് സ്റ്റേജ്. ഇതിൽ ഓരോ സ്റ്റേജസും ഡെപ്ത് ആയിട്ട് തന്നെ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ആ വീഡിയോയിൽ പോവുക. എന്താണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോവുക. ഓക്കെ, ഇതിൽ നമ്മൾ ജസ്റ്റ് മൈന്യൂട്ട് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പറയുന്നത് സ്ട്രാറ്റജി ഇൻ ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ഓരോ സ്റ്റേജിൽ വരുന്ന സ്ട്രാറ്റജി ആണല്ലോ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്താണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആകുമ്പോൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന സ്റ്റേജ് ആണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കമ്പനിയുടെ പ്രോഡക്റ്റ് ഫസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ. സോ ആ ഒരു ടൈമിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ലോ സെയിൽ ആയിരിക്കും, കമ്പാരിറ്റീവ്ലി സെയിൽ കുറവായിരിക്കും. ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ടാണ് പ്രോഡക്റ്റിനെ കുറിച്ച് അവെയർ അല്ല കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് വരുമ്പോൾ അത് പർച്ചേസ് ചെയ്യാനൊരു പേടി ഉണ്ടാവും, അത് നന്നാവോ, ക്വാളിറ്റി ഉണ്ടാവോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ലോ സെയിൽ ആയിരിക്കും. ആസ് യൂഷ്വൽ സെയിൽ കുറയുമ്പോൾ എന്തായിരിക്കും? പ്രോഫിറ്റ് കുറവായിരിക്കും. എന്താണ് അവിടെ? നല്ല പ്രൊമോഷണൽ എക്സ്പെൻസ് ഫ്രം ദ ടൈം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മുതൽ അത് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന വരെ ഒരുപാട് എക്സ്പെൻസസ് കമ്പനിക്ക് വന്നിട്ടുണ്ടാവും. സോ പ്രൊമോഷണൽ എക്സ്പെൻസ്, അതിന്റെ പുറമെ നമ്മൾ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രൊമോഷണൽ എക്സ്പെൻസസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ലോ പ്രോഫിറ്റ് ആയിരിക്കും, ഹൈ കോസ്റ്റ് ആയിരിക്കും. അതേ ലാസ്റ്റ് ഫോർത്ത് പോയിന്റ് പറയുന്നത് എന്താ? ലെസ് കോമ്പറ്റീഷൻ ആയി. പുതുതായി വന്നിട്ടുള്ളൂ മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം അവൈലബിലിറ്റി അത്രയും കുറവായിരിക്കും. സോ ലെസ് കോമ്പറ്റീഷൻ ആയിരിക്കും. ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ലോ സെയിൽ, ലോ പ്രോഫിറ്റ്, ഹൈ കോസ്റ്റ് ആൻഡ് ലെസ് എക്സ്പെൻഡിച്ചർ അല്ല, സോറി, ലെസ് കോമ്പറ്റീഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? എന്ത് സ്ട്രാറ്റജിയാണ്, എന്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക ഈ ഒരു സ്റ്റേജിൽ നോക്കുമ്പോൾ? മെയിൻ ആയിട്ട് ഈ ഒരു സ്റ്റേജിൽ രണ്ട് ടൈപ്പ് ഓഫ് പ്രൈസിങ് പോളിസീസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഒന്നല്ലെങ്കിൽ സ്കിമ്മിങ് പ്രൈസിങ്, അല്ലെങ്കിൽ പെനിട്രേഷൻ പ്രൈസിങ് നമ്മൾ പറഞ്ഞപ്പോൾ ഓൾറെഡി ഈ പ്രൈസിങ് ഒക്കെ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ. സ്കിമ്മിങ് പ്രൈസിങ് ആകുമ്പോൾ എന്താണ് വരിക? ഇനീഷ്യൽ സ്റ്റേജിൽ ഹൈ പ്രൈസും പിന്നീട് പ്രൈസ് കുറയുകയാണ് ചെയ്യുന്നത്. പെനിട്രേഷൻ ആകുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ലോ പ്രൈസും ആണ്. അതിന്റെ എന്തുകൊണ്ട്, വൈ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പ്രൈസിങ്ങിന്റെ ഏരിയയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പിലാണ് പ്രൈസിങ് വരുന്നത്, സ്കിമ്മിങ് പ്രൈസും പെനിട്രേഷൻ പ്രൈസിങ്ങും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 4 ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി, സെക്കൻഡ് വൺ സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജി, തേർഡ് വൺ റാപ്പിഡ് പെനിട്രേഷൻ സ്ട്രാറ്റജി, ഫോർത്ത് വൺ സ്ലോ പെനിട്രേഷൻ സ്ട്രാറ്റജീസ്. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി. എന്താണ് റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഈ ഒരു റാപ്പിഡ് സ്കിമ്മിങ് പറഞ്ഞാൽ തന്നെ എന്താണ്? ഹൈ പ്രൈസ് ആണ്. റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജിയിൽ ഹൈ പ്രൈസ് വരും. ഫിക്സിംഗ് സ്ട്രാറ്റജി, ഈ ഒരു സ്ട്രാറ്റജി ഫിക്സിംഗ് ഹൈ പ്രൈസ് ആയിരിക്കും വിത്ത് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസസ്. ഓക്കെ, പ്രൊമോഷണൽ എക്സ്പെൻസസും കൂടുതലാണ്, പ്രൈസും കൂടുതലായിരിക്കും. ഈ ടൈമിൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി കമ്പനിക്കുള്ള ബെനിഫിറ്റ് എന്താണ്? ഏൺ മോർ പ്രോഫിറ്റ്. കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതൽ, പ്രൈസ് കൂടുതലല്ലേ. അതേപോലെ തന്നെ ഡെവലപ്പ് ബ്രാൻഡ് ഇമേജ്. ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്, ഫോർ എക്സാമ്പിൾ ഈ ഒരു റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജി ഫോക്കസ് ചെയ്തിട്ട് വന്ന നമ്മളൊരു പ്രോഡക്റ്റ് ആണ് ആപ്പിൾ ഐഫോൺ.
ആപ്പിൾ ഐഫോൺ ലോഞ്ച് ചെയ്തിരിക്കണ ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസസ് വിത്ത് ഹൈ പ്രൈസും ആണ്. അതേപോലെ വേറൊരു എക്സാമ്പിൾ ആണ് റോളക്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഐഫോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോൺ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ വളരെ അവൈലബിൾ ആണ്, പല ബ്രാൻഡ്സിലും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഐഫോണിന് ഒരു പ്രത്യേകത ഉണ്ട്. ഐഫോൺ ഒരു നമ്മളെ കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഒരു സ്റ്റാറ്റസ് സിമ്പൽ ആണ്. ഓക്കെ, അപ്പോ ഇതൊരു ബ്രാൻഡ് ഇമേജ് ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജിയിൽ വരുന്നത്. ഓക്കെ, ഹൈ പ്രൈസ് ആയിരിക്കും, ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസസ്, ദാറ്റ് ആ ഒരു വഴി എന്ത് ചെയ്യും, ടു ഏൺ മോർ പ്രോഫിറ്റ്, അതേപോലെ ഡെവലപ്ഡ് ബ്രാൻഡ് ഇമേജ്. ഓക്കെ, ഈ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് മേടിക്കും എന്നുള്ള ഒരു ഉറപ്പ് കമ്പനിക്കുമാണ്. ദാറ്റ് മീൻസ് ഇത്രയും ഹൈ പ്രൈസിൽ ക്വാളിറ്റി ഇവർ അത്രയും നോക്കിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്രയും ഹൈ ക്വാളിറ്റി ഹൈ പ്രൈസിൽ മേടിക്കാനുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് എന്നൊരു വിശ്വാസം, ഒരു എക്സ്പെക്ടേഷൻ ഉള്ള ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ് ഇങ്ങനെ ഇറക്കുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ഇനി ഈ ഒരു ഇതിൽ വരുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജി. റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജിയിൽ നമ്മൾ എന്താ ഹൈ പ്രൈസ് ഹൈ പ്രൊമോഷൻ. സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജിയിൽ വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ. സ്ലോ സ്കിമ്മിങ് അല്ലേ, ഹൈ പ്രൈസ് തന്നെ, സ്കിമ്മിങ് സ്ട്രാറ്റജി പറഞ്ഞാൽ ഹൈ പ്രൈസ് തന്നെ. പക്ഷെ സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജിയിൽ വരുന്നത് എന്താണ്, അണ്ടർ ദിസ് സ്ട്രാറ്റജി പ്രൈസ് എന്ന് പറയുന്ന ഹൈ ലെവൽ തന്നെ ആയിരിക്കും, പക്ഷേ പ്രൊമോഷണൽ എക്സ്പെൻസസ് ലോ ആയിരിക്കും. റാപ്പിഡ് സ്കിമ്മിങ് സ്ട്രാറ്റജിനെ അപേക്ഷിച്ച് ഇവിടെ പ്രൊമോഷണൽ എക്സ്പെൻസസ് കുറവായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ബെനിഫിറ്റ് എന്താണ്, പ്രോഫിറ്റ് കൂടുതൽ. നേരത്തെ ഹൈ പ്രൈസ് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസസ് വരുമ്പോൾ പ്രോഫിറ്റ് കൂടും എന്ന് നമ്മൾ പറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള സാധ്യത ഈ ഒരു സ്ട്രാറ്റജിയിലുണ്ട്. ഓക്കെ, ഏൺ മോർ പ്രോഫിറ്റ്. കാരണം എന്താ, മാർക്കറ്റ് എക്സ്പെൻസസ് ഇവിടെ കുറവാണ്, പ്രൊമോഷണൽ എക്സ്പെൻസസ് കുറവാണ്. അതുവഴി മാർക്കറ്റ് എക്സ്പെൻസസ് കുറയുന്നതുകൊണ്ട് പ്രോഫിറ്റ് കൂടുതൽ ഏൺ ചെയ്യാനുള്ള സാധ്യത കൂടും. പക്ഷെ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ടാർഗറ്റ് മാർക്കറ്റ് എന്താ, മാർക്കറ്റ് സെഗ്മെന്റേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അനാലിസ് ചെയ്തിട്ട് നമ്മൾ ഒരു സെഗ്മെന്റ് എടുക്കും, ദാറ്റ് ഈസ് ടാർഗറ്റ് മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി സ്മാൾ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ ബയേഴ്സ്, നമ്മളെ കസ്റ്റമേഴ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സ് ഇല്ലേ, അവർക്ക് അവെയർ ഉണ്ടാവണം, അവർ റെഡി ആവണം ഈ ഹൈ പ്രൈസിൽ മേടിക്കാം. കാരണം കാര്യമായ ഒരു പ്രൊമോഷണൽ എക്സ്പെൻസ് നമ്മൾ ചെയ്യുന്നില്ല, അതായത് പ്രൊമോഷണൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ അപ്പം നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി ചെറുതായെങ്കിൽ മാത്രം അതിലുള്ള കസ്റ്റമേഴ്സിന് ഈ പ്രോഡക്റ്റിന്റെ അവയർനെസ് ഉണ്ടാവും. അവര് അവയർനെസ് ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, ഇത്രയും ഹൈ പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ ദേ ആർ റെഡി, ബിക്കോസ് ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത പ്രോഡക്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇങ്ങനെ സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് പെനിട്രേഷൻ സ്ട്രാറ്റജി. പെനിട്രേഷൻ സ്ട്രാറ്റജി പറഞ്ഞപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ലോ പ്രൈസ് ആണ് ഫസ്റ്റ് വൺ. ഇവിടെ ഹൈ പ്രൈസിലോട്ട് ഇവിടെ ലോ പ്രൈസ് ആണ്. അപ്പൊ റാപ്പിഡ് പെനിട്രേഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത് ഈ ലോ പ്രൈസ് ആണ്, പക്ഷെ എങ്ങനെയായിരിക്കും, വിത്ത് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസസ്. ലോ പ്രൈസ് വിത്ത് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസസ് ആണ് റാപ്പിഡ് പെനിട്രേഷൻ സ്ട്രാറ്റജി. ഇവിടെ ടാർഗറ്റ് മാർക്കറ്റ് പറയുന്ന വെരി ലാർജ് ആയിക്കാരം. സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റ് സ്മാൾ ആവണം പറഞ്ഞു. പക്ഷെ റാപ്പിഡ് പെനിട്രേഷൻ സ്ട്രാറ്റജിയിൽ ടാർഗറ്റ് മാർക്കറ്റ് ലാർജ് ആണ്, കോമ്പറ്റീഷനും നല്ല രീതിയിൽ ഉണ്ടാവും, മാർക്കറ്റിൽ ബയേഴ്സിന് കൃത്യമായിട്ട് പ്രൈസിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവും. സോ അങ്ങനെ വരുന്ന മാർക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, അതായത് അവൈലബിൾ ആണ് അതേപോലെ സിമിലർ പ്രോഡക്ട്സ് ഒരുപാട്. അപ്പൊ നമ്മൾ ലോ പ്രൈസ് എങ്ങനെ ചെയ്യണം, വിത്ത് ഹൈ പ്രൊമോഷൻ. ലോ പ്രൈസ് വിത്ത് ഹൈ പ്രൊമോഷൻ ആണ് റാപ്പിഡ് പെനിട്രേഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ലോ പെനിട്രേഷൻ സ്ട്രാറ്റജി, ഫോർത്ത് വൺ. സ്ലോ പെനിട്രേഷൻ സ്ട്രാറ്റജിയിൽ എങ്ങനെയാണ് വരുന്നത്, ലോ പ്രൈസ് വിത്ത് ലോ പ്രൊമോഷണൽ എക്സ്പെൻസസ്. പ്രൈസ് ഫിക്സ് ചെയ്യുക, ലോ പ്രൈസ് ആയിരിക്കും. കീപ്പിംഗ് ദ പ്രൊമോഷണൽ എക്സ്പെൻസസ് ഈസ് ഓൾസോ ലോ. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പ്രോഡക്റ്റ് ലോ പ്രൈസ് ആണ്, ലോ പ്രൊമോഷൻ എക്സ്പെൻസസ് ആണ്. പ്രൈസ് കുറവായതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് നമ്മളെ പ്രോഡക്റ്റിന് പെട്ടെന്ന് ആക്സെപ്റ്റൻസ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെ എക്സ്പെക്ട് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ആക്സെപ്റ്റൻസ് കൂടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ലോ പ്രൊമോഷൻ ആവുമ്പോൾ ഇല്ല ബെനിഫിറ്റ് എന്താ, മോർ പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ ലോ പ്രൊമോഷൻ ആകുമ്പോൾ പ്രോഫിറ്റ് കൂടും. അപ്പൊ സ്ലോ പെനിട്രേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ലോ പ്രൈസ് ആകുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവും, കൂടുതൽ കസ്റ്റമേഴ്സിന്റെ ആക്സെപ്റ്റൻസ് ഉണ്ടാവും.
അതേ വഴി തന്നെ പ്രൊമോഷൻ കുറവാവുന്നത് കൊണ്ട് തന്നെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലോ പെൻട്രേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഹയർ ആയിരിക്കും, അതേമാതിരി പ്രോഡക്റ്റിന്റെ അവയർനെസ് ഹൈ ആയിരിക്കും, പ്രൈസ് സെൻസിറ്റീവ് ആയിരിക്കും. കോമ്പറ്റേറ്റേഴ്സ് ഒരുപാട് ഉള്ളതുകൊണ്ട് പ്രൈസ് സെൻസിറ്റീവ്, അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് ലോ പെൻട്രേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്. Okay, these are the main 4 strategies in the introduction stage. Next, ഈ പറഞ്ഞ 4 നമ്മളെ സ്ട്രാറ്റജീസ് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡയഗ്രാം കൊടുത്തിരിക്കുന്നത്. റാപ്പിഡ് സ്കിമ്മിങ്ങിൽ എന്താ ഹൈ പ്രൈസ് ഹൈ പ്രൊമോഷൻ, സ്ലോ സ്കിമ്മിങ്ങിൽ ഹൈ പ്രൈസ് ലോ പ്രൊമോഷൻ, റാപ്പിഡ് പെൻട്രേഷൻ ലോ പ്രൈസ് ഹൈ പ്രൊമോഷൻ, സ്ലോ പെൻട്രേഷൻ ലോ പ്രൈസ് ലോ പ്രൊമോഷൻ. ഈ ഒരു നിങ്ങൾക്ക് ഡയഗ്രാം ഓർമ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് റിമെമ്പർ ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ എക്സാമിന് സിമ്പിൾ ആയിട്ട് ഈ സ്ട്രാറ്റജി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. ഇതാണ് മെയിൻ പോയിന്റ്സ്. ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് എക്സാമ്പിൾസ്. ഇപ്പൊ റാപ്പിഡ് സ്കിമ്മിങ് ആണെങ്കിൽ നമ്മൾ എന്താ എക്സാമ്പിൾ ആണ് ഐഫോൺ പറഞ്ഞു, സ്ലോ സ്കിമ്മിങ് ആണെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ്, അങ്ങനെ വിത്ത് എക്സാമ്പിൾസും വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഈ ഒരു ഡയഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്ട്രാറ്റജി ഇൻ ദ ഗ്രോത്ത് സ്റ്റേജ്. ഗ്രോത്ത് സ്റ്റേജിൽ തന്നെ സ്ട്രാറ്റജീസ് എന്താ നോക്കിയേക്കാം. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിലെ സെക്കൻഡ് സ്റ്റേജ് ആണ് ഗ്രോത്ത് സ്റ്റേജ്. അതിൽ തന്നെ ഫീച്ചേഴ്സ് എന്താ, ജസ്റ്റ് ഫീച്ചേഴ്സ് സ്ട്രാറ്റജിക്ക് പോണേ മുന്നേ ഫീച്ചേഴ്സും ടച്ച് ചെയ്ത് പോവാം. ആ സ്റ്റേജിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഡക്റ്റിന് വേണ്ട അവൈലബിലിറ്റി അല്ലെങ്കിൽ ആക്സസിബിലിറ്റി മാർക്കറ്റ് കിട്ടിയതുകൊണ്ട് പ്രൊഡക്ഷൻ കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടും, പ്രൊഡക്ഷൻ കൂടുമ്പോൾ സെയിൽസ്, ഡിമാൻഡ് ഇല്ലോണ്ട് സെയിൽസ് കൂടും. സോ ഇൻക്രീസ് ഇൻ സെയിൽസ്, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ദീസ് ആർ ദ 2 മെയിൻ ഫീച്ചേഴ്സ്. അതേപോലെ തന്നെ പ്രൊഡക്ഷനും സെയിൽസ് നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റും കൂടിയിട്ടുണ്ടാവും, റൈസ് ഇൻ ദ പ്രോഫിറ്റ്. അപ്പോൾ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സെയിൽസ്, ഇൻക്രീസ് ഇൻ സെയിൽസ്, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, റൈസ് ഇൻ പ്രോഫിറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ കോമ്പറ്റീഷൻ. ഫസ്റ്റില് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ലെസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്കറ്റില് പ്രോഡക്റ്റ് അവൈലബിൾ, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് അവൈലബിൾ ആയി കോമ്പറ്റീഷൻ ഹൈ ആയിട്ടുണ്ടാവും, അത്യാവശ്യം ടഫ് കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടാവും ഗ്രോത്ത് സ്റ്റേജിൽ. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഗ്രോത്ത് സ്റ്റേജിന്റെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇതിൽ വരുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാന്ന് നോക്കി വെക്കാം. ഈ മെയിൻ ആയിട്ട് വരുന്ന എന്തൊക്കെ ടൈപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഒരു ഗ്രോത്ത് സ്റ്റേജിൽ, പ്രോഡക്റ്റ് ഗ്രോത്ത് സ്റ്റേജിലാണ് നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവിംഗ് ദ പ്രോഡക്റ്റ് ക്വാളിറ്റി, ആഡിങ് ന്യൂ ഫീച്ചേഴ്സ്, എൻട്രിങ് ന്യൂ മാർക്കറ്റ്, ചേഞ്ചിങ് ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ചേഞ്ച് ഇൻ ദ പ്രൈസ്. ക്വാളിറ്റിയിൽ ചേഞ്ച്. ഫസ്റ്റ് പോയിന്റ് ആണ് ഇംപ്രൂവിംഗ് ദ പ്രോഡക്റ്റ് ക്വാളിറ്റി. അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ പ്രോഡക്റ്റിനെ അത്രയും ബെസ്റ്റ് ആക്കി നിർത്തിയാൽ മാത്രമേ നമ്മുടെ മാർക്കറ്റിലെ ഷെയർ അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താൻ പറ്റും. സോ നമ്മുടെ പ്രോഡക്റ്റിനെ എന്തെങ്കിലും മോർ അട്രാക്റ്റീവ് ആക്കുക, പീപ്പിൾസിന്റെ കണ്ണിൽ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബെറ്റർ ആണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ നമ്മളുടെ പ്രോഡക്റ്റ് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഇതിലെ ഒരു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആഡിങ് ന്യൂ ഫീച്ചേഴ്സ്. അതായത് എന്തെങ്കിലും പുതിയ മോഡൽസിൽ ഇറക്കുക, ന്യൂ മോഡൽസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് പുതുതായി കൊടുത്തിട്ട് നമ്മളെ പ്രോഡക്റ്റ് ബെറ്റർ ആക്കി നിർത്തുക. അതാണ് നെക്സ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ, ന്യൂ ഫീച്ചേഴ്സ്. നമ്മുടെ സ്മാർട്ട് ഫോണിലൊക്കെ വളരെ കോമൺ ആയി കാണുന്ന ഒരു കാര്യമാണ് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് അവരുടെ പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്, ആഡിങ് ന്യൂ ഫീച്ചേഴ്സ്. തേർഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൻട്രിങ് ന്യൂ മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ പറയുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യുക, എങ്ങനെയാണ് ടാർഗറ്റ് മാർക്കറ്റ് നമ്മൾ ടച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു പറഞ്ഞു. അതിൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നോ ഒന്നിൽ കൂടുതലോ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തി നമ്മൾ അതിന് ടാർഗറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എൻട്രി ചെയ്യാത്ത മാർക്കറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു ഏരിയയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഏരിയാസ് ടച്ച് ചെയ്യുക ഗ്രോത്ത് സ്റ്റേജ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയണം, ഹോർലിക്സ് എടുക്കുക. ഹോർലിക്സിന് നമ്മളുടെ നോർമൽ ഹോർലിക്സ് മുതൽ കുട്ടികൾക്ക് ഇല്ല ഹോർലിക്സ് ഉണ്ട്, എന്താ ജൂനിയർ ഹോർലിക്സ് ഉണ്ട്, അഡൾട്ടിന് ഹോർലിക്സ് ഉണ്ട്, ഫ്ലേവർ ഹോർലിക്സ് ഉണ്ട്, വുമൻസ് ഹോർലിക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് കാറ്റഗറീസിലെ പ്രോഡക്റ്റ് ഉണ്ട്. സെയിം ഹോർലിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് സെയിം, അതിൽ ഫീച്ചേഴ്സിൽ വേരിയേഷൻ വരുത്തിയിട്ട്, ക്വാളിറ്റിയിൽ വേരിയേഷൻ വരുത്തി, പല ടൈപ്പ് ഓഫ് സെഗ്മെന്റേഷനിൽ ചേഞ്ചസ് വരുത്തിയിട്ട്. ഓക്കെ, അങ്ങനെ ചേഞ്ചസ് വരുത്തി അവർ ന്യൂ എൻട്രി ചെയ്യാണ്, ന്യൂ മാർക്കറ്റിൽ എൻട്രി ആണ്. അതേപോലെ ഈ ഗ്രോത്ത് സ്റ്റേജിൽ എൻട്രിങ് ന്യൂ മാർക്കറ്റ്.
Fourth point പറയുന്നത് ചേഞ്ച് ഇൻ ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലെ ചേഞ്ചസ് വരുത്തുക എന്ന് പറയുന്നത്. അത് നമ്മുടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും സെയിൽസ് കൂട്ടാൻ വേണ്ടി കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുക, പുതിയ ഔട്ട്ലെറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടി മിഡിൽ മാൻസിനെ അപ്പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കുറച്ചും കൂടി വൈഡൻ ആക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചേഞ്ച് ഇൻ ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എന്താണ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ചേഞ്ച് ചെയ്യാറാണ്. പ്രൈസ് ചേഞ്ച് ചെയ്യാറുണ്ട് എന്താണ്, നമ്മളുടെ റീപ്രൈസിങ് ചെയ്യുക. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈസിങ് സ്ട്രാറ്റജി നമ്മൾ ഒരു വീഡിയോ ചെയ്തതിൽ ഒരുപാട് ടൈപ്പ്, ഒരു 19 ടൈപ്സ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജീസ് നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ലൈക്ക് സൈക്കോളജിക്കൽ പ്രൈസിങ് എന്നൊക്കെ പറയുന്ന പോലെ ഡിഫറെന്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ദ പ്രൈസിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രൈസസിൽ ചേഞ്ച് വരിക. ദീസ് ആർ ദ മെയിൻ സ്ട്രാറ്റജി അണ്ടർ ദി ഗ്രോത്ത് സ്റ്റേജ്. ഗ്രോത്ത് സ്റ്റേജിൽ തന്നെ മെയിൻ സ്ട്രാറ്റജീസ് ഇതെല്ലാം. ഓക്കെ ഓക്കെ അപ്പൊ തേർഡ് സ്ട്രാറ്റജി ഇൻ ദ മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജ്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിലെ തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേജസ് ആണ് മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജ്. ഈ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മെച്യൂരിറ്റി സ്റ്റേജ് അല്ലെങ്കിൽ സാച്ചുറേഷൻ സ്റ്റേജിൽ നമ്മൾക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെ, പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ നോക്കാം. ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആ സ്റ്റേജിൽ സെയിൽസ് ഗ്രോ ചെയ്യുന്നുണ്ടാവും. ആ ടൈമിൽ നമ്മൾ ഗ്രോ സ്റ്റേജിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യും പറഞ്ഞു. ഇവിടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും അറ്റ് ഡിമിനിഷിങ് റേറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ ഡിക്രീസിങ് റേറ്റിലായിരിക്കും. വേണ്ട, മറ്റേതിന്റെ അകത്ത് ഉണ്ടായിരുന്ന അത്രയും സ്പീഡ് ഉണ്ടാവില്ല സെയിൽസിന്റെ ഇൻക്രീസിന്. പ്രൈസസ് ടെൻസ് ടു ഫാൾ. ഇവിടെ പ്രൈസസ് ഡിക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതേമാതിരി പ്രോഫിറ്റ് സ്റ്റാർട്ട് ഡിക്ലൈൻ. മാക്സിമം പ്രോഫിറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സ്റ്റാർട്ട് ടു ഡിക്ലൈനിങ്. സ്റ്റിഫ് കോമ്പറ്റീഷൻ അറ്റ് പീക്ക് ലെവലായിരിക്കും ഈ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത്. അതേപോലെ ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകതയാണ്, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് മോഡിഫിക്കേഷൻ ചെയ്യും. ആൻഡ് ഓൾസോ പ്രോഡക്റ്റിന്റെ സപ്ലൈ എന്ന് പറയുന്നത് ഡിമാൻഡിനേക്കാളും കൂടുതലായിരിക്കും. ഗ്രോ സ്റ്റേജിൽ നമ്മൾ ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് പ്രൊഡക്ഷൻ കൂടുതലാണെന്ന് പറഞ്ഞു. ഇവിടെ ഡിമാൻഡ് കുറവായിരിക്കും, പ്രൊഡക്ഷൻ സപ്ലൈ ആയിരിക്കും കൂടുതൽ ഉണ്ടാവും. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് അണ്ടർ ദി മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ്. ഈ മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജിൽ വരുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് സ്ട്രാറ്റജി മാർക്കറ്റ് മോഡിഫിക്കേഷൻ, പ്രോഡക്റ്റ് മോഡിഫിക്കേഷൻ, മാർക്കറ്റിംഗ് മിക്സ് മോഡിഫിക്കേഷൻ, ഓൾട്രേഷൻ ഓഫ് പാക്കേജസ്, റീപ്രൈസിംഗ് പ്രോഡക്റ്റ്, ഡൂയിങ് നത്തിങ്. അപ്പൊ ഈ ഒരു സ്റ്റേജിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താ, അത്രയും ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും കസ്റ്റമേഴ്സിന് നമ്മുടെ കമ്പനി ഫേസ് ചെയ്യുന്നുണ്ടാവുക. കസ്റ്റമേഴ്സ് എല്ലാം പുതിയ പ്രോഡക്റ്റിലേക്ക് ചേഞ്ച് ആവാൻ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആവുന്നതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് മൂവിങ് ടുവേർഡ്സ് ദ അനദർ പ്രോഡക്റ്റ്, അതിനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേജ് ആണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ട ടഫ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് തന്നെ അവർ ഫോളോ ചെയ്യും. അപ്പൊ മാർക്കറ്റ് മോഡിഫിക്കേഷൻ പറഞ്ഞാൽ എന്താ, മാർക്കറ്റ് ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കുക. പ്രോഡക്റ്റ് മോഡിഫിക്കേഷൻ പറഞ്ഞാൽ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ പറ്റുമോ നോക്കിയേക്കുക. പ്രോഡക്റ്റ് എന്തെങ്കിലും യുണീക്ക് ആക്കാൻ പറ്റും മറ്റുള്ളവരുടെ വ്യൂ പോയിന്റ്. ദാറ്റ് മീൻസ് കസ്റ്റമേഴ്സിന്റെ വ്യൂ പോയിന്റിൽ പ്രോഡക്റ്റിന് എന്തെങ്കിലും വേരിയേഷൻ വന്ന് പ്രോഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമ്മളെ കോമ്പറ്റേറ്റേഴ്സിന്റെ പ്രോഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മുടെ ഇല്ല മാർക്കറ്റ് ഷെയർ കീപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു സ്റ്റേജിൽ നോക്കുക. നെക്സ്റ്റ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് മിക്സ് ഇല്ലേ, ആ മിക്സിൽ ഏതെങ്കിലുമൊക്കെ വേരിയേഷൻ കൊണ്ടുവന്നിട്ട് പ്രോഡക്റ്റിന് ആക്സസ് കൂട്ടുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ മാർക്കറ്റിംഗ് മിക്സിലെ പ്രൈസ് ആവാം, ഡിസ്ട്രിബ്യൂഷൻ ആവാം, പ്രൊമോഷൻ ആവാം, ഇതിലൊക്കെ ഓൾട്ടർനേറ്റീവ്ലി അതിന്റെ സിറ്റുവേഷൻ ബേസിൽ ചേഞ്ചസ് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു പ്രൈസിലാണ് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ പ്രൈസ് കട്ടിങ്, അല്ലെങ്കിൽ പ്രൈസ് റെഡ്യൂസിങ്, അല്ലെങ്കിൽ പ്രൊമോഷനിലാണ് നമ്മൾ പ്രൊമോഷൻ ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ ബെറ്റർ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ട്രേഡ് ഡീൽസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ കോണ്ടസ്റ്റ്, ഗിഫ്റ്റ്, അങ്ങനെയൊക്കെ ചെറിയ വേരിയേഷൻസ് കൊണ്ടുവരണം. മാർക്കറ്റിംഗ് മിക്സിനെ മോഡിഫൈ ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഗിഫ്റ്റോ കോണ്ടസ്റ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റിന് കുറച്ചും കൂടി ആക്സസ് കൂടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരലാണ് മാർക്കറ്റിംഗ് മിക്സ് മോഡിഫിക്കേഷൻ പറഞ്ഞാൽ. നെക്സ്റ്റ് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഓൾട്രേഷൻ ഓഫ് പാക്കേജ് ഒന്നുകൂടി കസ്റ്റമേഴ്സിന്റെ ഐസിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുക. അതാണ് ഓൾട്രേഷൻ ഓഫ് പാക്കേജ്. അതേപോലെ പാക്കേജിന്റെ ക്വാളിറ്റി കൂട്ടുക,
പാക്കേജ് ഒരിക്കലും പ്രോഡക്റ്റിന് ഡാമേജ് വരാത്ത രീതിയിൽ പാക്കേജിന്റെ ക്വാളിറ്റിയും കൂട്ടുക. അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ. റീപ്രൈസിങ് പ്രോഡക്റ്റ് പറഞ്ഞാൽ പ്രോഡക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് റീപ്രൈസിങ്. ഇവിടെ റീപ്രൈസിങ് പ്രോഡക്റ്റ് ഒന്നുകൂടി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 90-20 സ്ട്രാറ്റജീസ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസിങ്ങിൽ. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആ വീഡിയോയിൽ പറയുന്നുണ്ട് സൈക്കോളജിക്കൽ പ്രൈസിങ്, ഒരുപാട് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് സൈക്കോളജിക്കൽ പ്രൈസിങ് പറയുമ്പോൾ എന്താ, കസ്റ്റമേഴ്സ് ഇംപ്രസീവ് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ പ്രൈസിങ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ പ്രൈസിങ് പറയുമ്പോൾ തന്നെ എന്താ, ഒരിക്കലും ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിങ് എന്ന് പറയുന്നത് അറ്റ് ദ ബിഗിനിങ് സ്റ്റേജ്, പ്രോഡക്റ്റിന്റെ ബിഗിനിങ് സ്റ്റേജിൽ ഇരുന്ന ഒരു പ്രൈസ് മാത്രമല്ല, അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ വി ചേഞ്ച് ഇൻ ദ പ്രൈസസ്. അത് റീപ്രൈസിങ് റീഫോർമുലേറ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അക്കോർഡിംഗ് ടു ദ കറന്റ് മാർക്കറ്റ് സിറ്റുവേഷൻ പ്രൈസിങ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് റീപ്രൈസിങ് പ്രോഡക്റ്റ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ പറഞ്ഞാൽ ഡൂയിങ് നത്തിങ്. ചില ടൈമിൽ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കുക, പ്രോഡക്റ്റിന് മേലെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതായിരിക്കും ബെസ്റ്റ് സ്ട്രാറ്റജി. ഇല്ല, എങ്ങനെയാണോ സിറ്റുവേഷൻ പോകുന്നത് ആ ഒരു സിറ്റുവേഷൻ പിടിച്ചു നിർത്തി നമ്മളെ മാർക്കറ്റ് ഷെയറും സെയിലും പിടിച്ചു നിർത്തുക എന്നുള്ള ഒരൊറ്റ കാര്യം ചെയ്യുക. കൂടുതൽ സെയിൽ കൂട്ടി കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് എഫക്റ്റ് വരും. Okay, these are the main strategies come under the maturity and saturation stage. Next എന്ന് പറയുന്നത് strategy in the declining stage. ഡിക്ലൈൻ സ്റ്റേജ് എന്ന പ്രോഡക്റ്റ് ഡിക്ലൈൻ ആവാണ്, പ്രോഡക്റ്റ് വളരെ അധികം നെഗറ്റീവ് എഫക്റ്റ് ആണ്. മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? fall in the പ്രൈസ് കുറയും. കാരണം നമ്മൾ മെച്യൂരിറ്റി സ്റ്റേജിൽ തന്നെ പ്രൈസ് ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആ കൊണ്ടുവരുന്ന അതിന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ആ പ്രോഡക്റ്റ് പോയിരിക്കുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ പ്രൈസ് കുറയും, സെയിൽ കുറവാണ്, പ്രൈസ് കുറയും, കൂടുതൽ നോ പ്രൊമോഷണൽ എക്സ്പെൻസസ് കൂടുതൽ കൊടുക്കില്ല, പ്രൊമോഷണൽ എക്സ്പെൻസസ്. നെക്സ്റ്റ് വന്ന് റെഡ്യൂസിങ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എല്ലാം കട്ട് ഡൗൺ ചെയ്യും. കാരണം പ്രോഫിറ്റ് അല്ല ലോസസിലേക്കാണ് കൂടുതൽ കമ്പനി പോകുന്നത്. അപ്പോൾ കഴിയുന്ന അത്രയും കമ്പനീസ് എക്സ്പെൻസസും അതിനോട് ഡിപ്പെൻഡ് ചെയ്ത കോസ്റ്റുകളും ഒക്കെ കുറക്കാൻ നോക്കുകയാണ്. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. പ്രൈസ് കുറയും, സെയിൽ കുറയും, പ്രൊമോഷണൽ എക്സ്പെൻസസ് കുറയും, ആൻഡ് ഓൾസോ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ഇതിൽ വരുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. നമ്മുടെ ഡിക്ലൈനിങ് സ്റ്റേജിൽ വരുന്ന സ്ട്രാറ്റജീസ്, മെയിൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പ്രൈസിങ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, കണ്ടിന്യൂയിങ് വിത്ത് ഒറിജിനൽ പ്രോഡക്റ്റ്, കണ്ടിന്യൂയിങ് വിത്ത് പ്രോഡക്റ്റ് വിത്ത് ഇംപ്രൂവ്മെന്റ്, ഡ്രോപ്പ് ദ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കമ്പനി മാർക്കറ്റിൽ ടെക്നോളജി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, നമ്മളുടെ കസ്റ്റമേഴ്സിന് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറിയിട്ടുണ്ടാവും, കസ്റ്റമേഴ്സ് എല്ലാം അനദർ പ്രോഡക്റ്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കമ്പനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നിടത്തോളം ആ പ്രോഡക്റ്റിനെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് എത്രത്തോളം കാലം ആ കമ്പനിയിൽ ആ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാൻ പറ്റും അത്രത്തോളം പിടിച്ചു, ആ ഒരു പോസിബിലിറ്റി മാത്രമാണ് ഈ സ്റ്റേജിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കോസ്റ്റും കാര്യങ്ങളും കുറച്ചിട്ട് ഫേം എന്ത് ചെയ്യും, ഷുഡ് അഡോപ്റ്റ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്താ, നോ പ്രോഫിറ്റ് നോ ലോസ്. ആ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ് ചെയ്യുന്നത്. ബ്രേക്ക് ഈവൻ പ്രൈസിങ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പ്രൈസിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ഈവൻ പ്രൈസിങ് പറയുമ്പോൾ എന്താണ്, നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള ഒരു പ്രൈസിങ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാം. അതൊരു സ്ട്രാറ്റജി. അതേപോലെ കഴിയുന്നുണ്ടെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്. അപ്പോൾ അവിടെ ഒരേ പ്രോഡക്റ്റിന് തന്നെ പ്രൈസ്, ഒരേ പ്രോഡക്റ്റിന് ഡിഫറെന്റ് കാറ്റഗറിയിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഡിഫറെന്റ് പ്രൈസിന് നമ്മൾ അവൈലബിൾ ആക്കുക. അതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. നെക്സ്റ്റ് പറയുന്നത് കണ്ടിന്യൂയിങ് വിത്ത് ഒറിജിനൽ പ്രോഡക്റ്റ്. ബെറ്റർ ആയിട്ട് ഒന്നും ചെയ്യേണ്ട, എന്താണോ പ്രോഡക്റ്റ് അപ്പോൾ ആ പ്രോഡക്റ്റ് കൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക, പ്രത്യേകിച്ച് ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊന്നും ചെയ്യാതെ എത്രത്തോളം ലൈഫ് ആ പ്രോഡക്റ്റിന് കിട്ടുന്നു അത്രത്തോളം ടൈം ആ മാർക്കറ്റ് ആ സെയിം പ്രോഡക്റ്റ് കൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതൊരു മെത്തേഡ്. ഫോർത്ത് വൺ പറയുന്നത് കണ്ടിന്യൂയിങ് ദ പ്രോഡക്റ്റ് വിത്ത് ദ ഇംപ്രൂവ്മെന്റ്. കണ്ടിന്യൂയിങ് ദ പ്രോഡക്റ്റ് വിത്ത് ദ ഇംപ്രൂവ്മെന്റ് പറയുമ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റിന് ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. മാക്സിമം എന്തെങ്കിലും വേരിയേഷൻ കൊടുക്കുക, ലൈക്ക് എന്തെങ്കിലും ഒരു റിവൈസിങ് കൊടുക്കുക, അല്ലെങ്കിൽ റീപാക്കിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ റീമാർക്കറ്റിംഗ് ചെയ്യുക ആ പ്രോഡക്റ്റിനെ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ പ്രോഡക്റ്റിന് ചേഞ്ചസ് കൊടുത്ത് റീമാർക്കറ്റിംഗ് ചെയ്തിട്ട് അതേപോലെ ബെറ്റർ മാർക്കറ്റിലേക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ ആക്സസ് ചെയ്യാത്ത വേറെ ഏതെങ്കിലും മാർക്കറ്റിലേക്ക് അത് അവൈലബിൾ ആക്കുക. അങ്ങനെ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് കമ്പനി ഒന്നും കൂടി ശ്രമിച്ചു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതാണ് കണ്ടിന്യൂയിങ് ദ പ്രോഡക്റ്റ് വിത്ത് ഇംപ്രൂവ്മെന്റ്. ലാസ്റ്റ് പറഞ്ഞാൽ ഡ്രോപ്പ് ദ പ്രോഡക്റ്റ്. അതായത് ഇനി ഒന്നും ചെയ്യല്ല, ബെറ്റർ എന്ന് പറയുന്നത്
ഡ്രോപ്പ് ചെയ്യുക, പ്രോഡക്റ്റ് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് വീണ്ടും ലോസ് കൂടി കോസ്റ്റും കൂടുക ലോസും കൂടുകയാണ്, നമുക്ക് എന്നും ഒരു ടൈപ്പിൽ റിട്ടേൺസ് കിട്ടണമില്ല. അങ്ങനെ സ്റ്റേജ് വരുമ്പോൾ പ്രോഡക്റ്റ് മാർക്കറ്റിന് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ മെയിൻ സ്ട്രാറ്റജീസ് കം അണ്ടർ ദി ഡിക്ലൈനിങ് സ്റ്റേജ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സ്റ്റേജസ് നമ്മൾ പറഞ്ഞു, അതിൽ വരുന്ന സ്ട്രാറ്റജീസും ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടെയുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരികയുള്ളൂ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, കൂടുതൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.